ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എത്തുന്ന മ്യാൻമറിലെ ഭൂചലനം തന്നെയാണ്. മരണസംഖ്യ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. 1700ഓളം പേർ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. അത് ഇനിയും കൂടിയേക്കാമെന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. റോഡുകളൊക്കെ തകർന്നു പോയതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം കാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന ഒരു ഗുരുതരമായ വെല്ലുവിളി അവിടുത്തെ രക്ഷാപ്രവർത്തകർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ കുറവാണ്. നമുക്കറിയാം, മ്യാൻമർ എന്നൊക്കെ പറയുന്ന രാജ്യമൊക്കെ അത്രയധികം രീതിയിലുള്ള ഒരു എക്യുപ്ഡായ കൺട്രി ഒന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ സഹായങ്ങളൊക്കെ എത്തുന്നുണ്ട്. എങ്കിൽ പോലും മരണസംഖ്യ ഇനിയും ഉയരും എന്ന മുന്നറിയിപ്പ് US ജിയോളജിക്കൽ വകുപ്പൊക്കെ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഇന്ത്യ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ വലിയ തോതിൽ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വീണ്ടും വീണ്ടും തുടർചലനങ്ങൾ സംഭവിക്കുന്നത് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, മരണസംഖ്യ ഏകദേശം 1700ലേക്ക് എത്തുന്നു എന്നാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനിയും അത് ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? എന്താണ് മനു? ആഭ്യന്തര കലാപം 4 വർഷത്തെ മിലിറ്ററി ഭരണത്തിലായിരുന്നു മ്യാൻമാർ. ആ ആഭ്യന്തര കലാപം, നാശനഷ്ടം, അവിടുത്തെ സാമൂഹികപരമായ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച മ്യാൻമാറിലാണ് ഇങ്ങനെ ഒരു ദുരന്തം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.9 അതിതീവ്ര ദുരന്തമാണ് മ്യാൻമാറിൽ സംഭവിച്ചത്. കൂടാതെ അയൽ രാജ്യങ്ങളായ ചൈന, തായ്ലൻഡ്, കൂടാതെ ഇന്ത്യയിലെ പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെടുകയുണ്ടായി. എന്തായാലും മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന കാഴ്ച തന്നെയാണ് 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ മരണസംഖ്യ വെറും 130 ആയിരുന്നു. 2 ദിവസങ്ങൾക്കകം അത് 1700ഓളം കടന്നു. കാരണം ഈ മ്യാൻമാറിൽ പ്രധാന പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ യന്ത്രസഹായത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇത് മാനുവലി, കാരണം മനുഷ്യസാധ്യമായ തരത്തിലുള്ള, മനുഷ്യനെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും 1700-ലേറെ പേർ മരിച്ചു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും കാഴ്ച വളരെ ദയനീയമാണ്. അവിടെ ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എത്തിക്കുവാനോ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ 15 ടൺ ഭക്ഷണ സാധനങ്ങളും മെഡിസിൻ ഉൾപ്പെടെയുള്ള ആവശ്യ സാമഗ്രികൾ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു രാജ്യങ്ങളുടെ സഹായം മ്യാൻമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള, റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സഹായം മ്യാൻമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ലോകം മ്യാൻമാറിലേക്ക് ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത മ്യാൻമാറിലെ ഭരണാധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ആഭ്യന്തര കലാപം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മിലിറ്ററിയുടെ ഒരു കടന്നുകയറ്റം കാരണം അവിടെ സാമൂഹികപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു മ്യാൻമാർ. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഒരു ആഭ്യന്തര കലാപം രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ ശേഷമായിരുന്നു അവിടെ ഒരു മിലിറ്ററി ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. ഈ മിലിറ്ററി ഭരണത്തിൻ്റെ കീഴിൽ അപ്പോൾ തന്നെ ഒരു ആഭ്യന്തര കലാപം രൂപപ്പെട്ടിരുന്നു. ഇതിനെല്ലാം പിന്നോടിയായി ഒരു രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ നിലനിന്നിരുന്ന ഒരു മ്യാൻമാറിലാണ് അതിൻ്റെ പോലെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയായിരുന്നു. 100 കണക്കിന് ബഹുനില കെട്ടിടങ്ങളാണ് അവിടെ തകർന്നു വീഴുകയുണ്ടായത്. 30 നില 20 നില ഒക്കെ ഉള്ള ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീഴുകയുണ്ടായി. ആ ബഹുനില കെട്ടിടങ്ങൾക്ക് ഇടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്, മൃതശരീരങ്ങളുണ്ട്. ആശുപത്രികൾ തകർന്നു, വിദ്യാലയങ്ങൾ തകർന്നു. ഈ പ്രധാന തലസ്ഥാന നഗരത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡുകൾ തകർന്നു, ഹൈവേകൾ തകർന്നു, ആശുപത്രികൾ തകർന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മ്യാൻമാറിനെ ബാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ലോകരാജ്യങ്ങളുടെ ഒരു സഹായം മ്യാൻമാർ അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മ്യാൻമാറിന് സഹായം എത്തിക്കുന്നതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ മ്യാൻമാറിന് സഹായം എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സഹായം എത്തിക്കുന്നതിൻ്റെ സാധ്യതകൾ മറ്റു രാജ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ എത്തിച്ച സാധന സാമഗ്രികൾ പര്യാപ്തമല്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് മറ്റു രാജ്യങ്ങൾ. എന്തായാലും ഈ ഒരു മരണസംഖ്യ വരുന്ന ദിവസങ്ങളിലും ഉയരാനാണ് സാധ്യത. 1700 എന്ന് വരുന്ന ഒരു മരണസംഖ്യയിലേക്ക് നിൽക്കില്ല. അതെന്തായാലും 2000-ന് മുകളിൽ പോകുമെന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മനു.
ശരി, ഏതായാലും ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് മ്യാൻമറിൽ നിന്ന് എത്തുന്നത്. ഇപ്പോൾ തന്നെ മരണസംഖ്യ 1700 എത്തി നിൽക്കുന്നു. അത് ഇനിയും ഉയർന്നേക്കും. 3000-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ജീവനോടെയും അല്ലാതെയും ഒക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ പുറത്തേക്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ റോഡുകൾ തകർന്നു പോയതുകൊണ്ട് യന്ത്രസാമഗ്രികൾക്ക്, പ്രത്യേകിച്ചും JCB-കൾക്കോ ഹിറ്റാച്ചികൾക്കോ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് അവിടുത്തെ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നത്. വിവരങ്ങളാണ് അരുൺ നമുക്ക് നൽകിയത്.